കളിക്കാൻ പോക്കാണ് മൈൻക്രാഫ്റ്റ് പോക്കറ്റ് എഡിഷൻ. ഇത് ഞാൻ കുറേ വട്ടം കളിച്ചിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ഇതെല്ലാം വെട്ടിയിട്ടൊരു വീടുണ്ടാക്കലാണ്. ആ വീടുണ്ടാക്കാൻ വലിയൊരു വീടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആ മരത്തിനെ കൊണ്ട് വലിയൊരു വീടുണ്ടാക്കും. മരങ്ങൾ വെട്ടിയിട്ടാണ്, ആ ഒറ്റ മരത്തിനെ കൊണ്ടല്ല. നമ്മളതുകൊണ്ട് ഈ മരമെല്ലാം വെട്ടലാണ്. വീടുണ്ടാക്കുന്നതുകൊണ്ട് കുറേ സമയം എടുക്കും. അപ്പോഴത്തേക്ക് എനിക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട്. ഇതിനെക്കൊണ്ട് നമുക്ക് കല്ല് ഉണ്ടാക്കാൻ കഴിയും. നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ കഴിയും. നമുക്ക് കല്ല് ഉണ്ടാക്കാൻ കഴിയും ഗൈസ് മരത്തിനെ കൊണ്ട്. ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ഗൈസ്. ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതെല്ലാം ബട്ടലാണ്. ഞാനിതെല്ലാം ബട്ടലാണ്. വെട്ടാൻ കുറേ സമയം എടുക്കും ഗൈസ്. ഇതെല്ലാം ഞാൻ ബട്ടട്ടെ. ഇതെല്ലാം വെട്ടാൻ കുറേ സമയം എടുക്കാം. അതുകൊണ്ട് ഞാൻ ബട്ടലാണ്. കുറച്ചെല്ലാം ഞാൻ വെട്ടിയിട്ടുണ്ട്. ഇനി മേലെല്ലാം വെട്ടാനുണ്ട്. വെട്ടാൻ കുറേ സമയം എടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് കുറേ സമയം എടുക്കുന്നത് ഈ മരം വെട്ടാൻ. നമുക്ക് ഈ മരം ഇടയ്ക്ക് മുറിച്ച് കളയാം. നമുക്ക് കുറേ മരമെല്ലാം നടാൻ കഴിയും. മരമെല്ലാം മുറിച്ചാൽ ഇവിടെ കുറച്ച് മരത്തിൻ്റെ ബീഫുണ്ട്. ഇതെല്ലാം നമുക്ക് എടുക്കാം. ഞാനൊരു കുണ്ടിലേക്ക് കൊണ്ടിരിക്കുകയാണ്. എന്നാലും കാര്യമില്ല, നമുക്കിത് വെട്ടാം. ഞാനിത് വെട്ടലാണ് ഫുള്ളും. ഞാൻ ഒട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാ സാധനം കിട്ടി. മരം ലവണെണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്ക് മരം ക്രാഫ്റ്റ് ചെയ്യാം. ക്രാഫ്റ്റ് ചെയ്തിട്ട് കുറേ സാധനം ഉണ്ടാക്കാം. ക്രാഫ്റ്റ് ചെയ്യുന്നത് മറ്റേ സാധനമാണ്. ഞാൻ 44 ഉണ്ടാക്കിനി. ഇനി ഞാൻ വീട് വഴി ഉണ്ടാക്കണമെന്ന് നോക്കട്ടെ. എന്നിട്ട് അവിടെ നോക്കിയിട്ട് ഞാൻ വീടുണ്ടാക്കട്ടെ. പറ്റിയ സ്ഥലം നോക്കിയിട്ട് അവിടെ നോക്കിയിട്ടാണ് ഞാൻ വീടുണ്ടാക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഇത് ആടെയാണ്. അതുകൊണ്ട് ഞാൻ ആടെയാണ് വീടുണ്ടാക്കാൻ തീരുമാനിച്ചിനി. അതുകൊണ്ട് ഞാൻ ആടെ വീടുണ്ടാക്കാനാണ്. ഈ കാണുന്ന സ്ഥലത്താണ് ഞാൻ വീടുണ്ടാക്കുന്നത്. ഒരു കുഞ്ഞു വീടാണ്, തട്ടിക്കൂട്ട് വീടാണ്. അതുകൊണ്ട് നമുക്കിതെല്ലാം വെട്ടുമല്ല, ഇതെല്ലാം സ്ഥലം ക്ലിയർ ആക്കാം. എന്നാലല്ലേ നമുക്ക് വീടുണ്ടാക്കാൻ കഴിയുള്ളൂ. സ്ഥലം ക്ലിയർ ആക്കാൻ കുറേ സമയം എടുക്കും. സ്ഥലം ക്ലിയർ ആക്കാൻ കുറച്ച് ഐറ്റങ്ങളെല്ലാം നമുക്ക് കിട്ടും. പൂവ് ഇതൊക്കെയെല്ലാം നമുക്ക് കിട്ടും. അതെല്ലാം നമുക്ക് വഴി എടുത്ത് കളയണം. സ്ഥലം ക്ലിയർ ആക്കി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതെല്ലാം കുറേ സമയം വെട്ടിക്കൊണ്ടിരിക്കണം. ഇതെല്ലാം ഇനി ഞാനിതെല്ലാം വെട്ടിട്ട് ഞാൻ ഏകദേശം ഇത്ര മതിയെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വീട് പണിയാം. ഞാൻ ഇവിടെ കുറച്ച് പകുതിയെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പുറത്തും കുറച്ച് ചെയ്തിട്ട് എനിക്കൊന്ന് വലിയ വീടുണ്ടാക്കാൻ കഴിയില്ല, ചെറിയ വീടുണ്ടാക്കാൻ കഴിയുള്ളൂ. എനിക്കങ്ങനെ വലിയ വീടൊന്നും ഉണ്ടാക്കാൻ അറിയില്ല ഗൈസ്. ചെറിയ വീടിൻ്റെ ഉണ്ടാക്കാൻ അറിയുള്ളൂ. ഇനി ഞാൻ കുറച്ച് ഇതെല്ലാം ഇങ്ങനെ വരുത്തിയിട്ട് ഉണ്ടാക്കലാണ് വീട്. ഇനി ഞാൻ വീടിന് ഇങ്ങോട്ടേക്ക് കട്ടകൾ വെച്ചിട്ട് വരുത്താണ് ഗൈസ്. ഇനി ഞാൻ ഇങ്ങനെയെല്ലാം വെച്ചിട്ട് വീടുണ്ടാക്കണം. ഈ കട്ടയെല്ലാം കണ്ട് ഇത് ഞാൻ ഉണ്ടാക്കാൻ വീട് വീണതാണ്. ഇതെല്ലാം നമുക്ക് പൊട്ടിക്കാം. എന്നിട്ട് നമുക്ക് ആ വീട് ഉണ്ടാക്കണം. നമുക്ക് വീടുണ്ടാക്കാൻ കുറേ സമയം എടുക്കും. ഞാൻ കുറച്ച് വലുതും കുറച്ച് ചെറിയ വീടല്ലേ ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. ഞാൻ കുറച്ചെല്ലാം ഇങ്ങനെ നിലം വെച്ചിട്ടുണ്ട്. സ്ഥലം ക്ലിയർ ആക്കേണ്ട ആവശ്യമില്ല, കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആക്കിയാൽ മതി സ്ഥലം.
അപ്പോഴത്തേക്ക് മരം തീർന്ന് അതുകൊണ്ട് നമുക്ക് മരം വെട്ടാം. ഞാനിതാ മരത്തിൻ്റെ ഏറ്റവും മേലത്തെ വലിയ മരത്തിൽ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മരമെല്ലാം വെട്ടണം. ഞാൻ വള്ള മരത്തിലാണ് കയറിയത്, അതുകൊണ്ട് ഈസിയായിട്ട് വെട്ടാം നമുക്ക്. ഇനി നമുക്ക് ഈ മരം വെട്ടാൻ കുറേ സമയം എടുക്കും. വെള്ളമരമായതുകൊണ്ട് കുറേ സമയം എടുക്കില്ല, വേഗം വെട്ടിക്കഴിയും. ഇത് വെട്ടി പോരാ, മറ്റേ മരമാണ് വേഗം വെട്ടാൻ കഴിയാത്തത്. ഇത് എങ്കിലും വേഗം വെട്ടാൻ കഴിയും ഈ മരം. അതുകൊണ്ടാണ് ഞാൻ ഈ മരം നോക്കി പിടിച്ചത്. ഇനി ഞാൻ ഇതെല്ലാം പൊട്ടിച്ചിട്ട് ഞാൻ ഇതിനെ കൊണ്ട് വീട് പണിയാൻ പോകാണ്. ഇതെല്ലാം പൊട്ടിക്കാൻ കുറേ സമയം എടുക്കും. ഇപ്പം തന്നെ 4-5 കട്ടകൾ. ഇപ്പം 5 ആയിട്ടുണ്ട്. ഈ വീട് പണിയാൻ പറ്റിയ സ്ഥലം എവിടെയാണെന്ന് പറയാം. നമ്മൾ ആടെ ഒന്ന് പണിയാൻ ഉണ്ടാക്കിയ സ്ഥലം. ആടെ ഒന്ന് പോയി നോക്കി നോക്കാം. ഇതെവിടെയാണ്. ഇനി നമുക്ക് ഇതിങ്ങനെ കട്ട വെച്ചിട്ട് ഇങ്ങനെ ആയി കൊടുക്കാം. അങ്ങനെ അതുണ്ടാക്കി. അപ്പോഴത്തേക്ക് എന്താന്ന് വന്നിട്ടുണ്ട്. ഇത് വന്നുകൊണ്ട് നമുക്ക് കളിക്കാൻ